സാൻഡ്വിച്ച് മെത്തേഡ് ഉപയോഗിച്ച് റേഷ്യോവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം എങ്ങനെ വളരെ വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. എല്ലാ സാൻഡ്വിച്ചിലും 2 ബ്രെഡിന്റെ പീസുകൾ ഉണ്ടാവും അല്ലേ? സോ ആ ബ്രെഡിന്റെ പീസുകൾ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു ബ്രെഡിന്റെ പീസ് വെക്കുന്നു, അതേപോലെ റൈറ്റ് സൈഡിലും ഒരു ബ്രെഡിന്റെ പീസ് വെക്കുന്നു. ഇനി നമ്മൾ ബ്രെഡിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 2 × 3 × 4 നമുക്ക് കിട്ടുന്നു 24 എന്ന വാല്യൂ. ഇനി തൊട്ടടുത്ത ബ്രെഡുമായി ചേർന്ന് നിൽക്കുന്ന സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 3 × 4 × 5 നമുക്ക് കിട്ടുന്നു 60 എന്ന വാല്യൂ. സോ എയുടെയും ഡിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി കാണേണ്ടത് ബിയുടെയും സിയുടെയും വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ലീഫിനെ കൊണ്ടുവരിക. ഒരു ലീഫ് നമ്മൾ ഈ സാൻഡ്വിച്ചിനിടയിൽ ഒരു അട്രാക്ഷന് വേണ്ടി വെച്ച് കൊടുക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. ലീഫിന്റെ സൈഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത്തരത്തിലുള്ള ഒരു കർവ് ഷേപ്പ്, അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ ഈ ചോദ്യത്തിലും ആ ഒരു കർവ് ഷേപ്പ് അപ്ലൈ ചെയ്യുക. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ആദ്യത്തെ ബിയുടെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ 4, 3 and 3 ഈ നമ്പറുകളെ യോജിപ്പിച്ച് നമ്മൾ ലീഫിന്റെ ഒരു സൈഡ് വരയ്ക്കുന്നു. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 3 × 3 നമ്മൾ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നു 36 എന്ന വാല്യൂ. അത് നമ്മൾ ബിയുടെ താഴെയായിട്ട് എഴുതുന്നു. ഇനി ലീഫിന്റെ മറ്റൊരു സൈഡ് കൂടി നമുക്ക് വരച്ചു ചേർക്കാം. സോ അത് ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാം. 4 × 4 × 3 ഇവരെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 48 എന്ന വാല്യൂ. സോ അതും നമ്മൾ ഇവിടെ എഴുതി ചേർക്കുന്നു. സോ ഇതിനെല്ലാം കട്ട് ഷോട്ട് ചെയ്യാം, 12 കൊണ്ട് കട്ട് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നു 2:3:4:5 and this will be the answer.